ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹോം ഡെക്കറേഷൻ ഐഡിയാസൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഫുള്ളായിട്ട് കാണാം. ബക്കറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഇതേപോലെ പഴയ ബക്കറ്റ് അല്ലെങ്കിൽ ഇതേപോലെ പെയിൻറ്റിൻ്റെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഴയതൊക്കെ ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു ചേഞ്ചാണ് നമ്മൾ വരുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്പോഞ്ച് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാക്സി അങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ലെയറിൽ ഒഴിവാക്കിയിട്ടുള്ള ക്ലോത്ത് നന്നായിട്ടൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫെവിക്കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ വേഗം പിടിച്ച് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഗമ്മ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. ആ ഒരു ബക്കറ്റിൻ്റെ ലെവലിനനുസരിച്ചിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി എല്ലാം ഒന്നും നന്നായിട്ട് ലെവലായിട്ടില്ല, ബാക്കി കുറച്ചൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ കവറും കൂടി ചെയ്യുമ്പോൾ അത് ജസ്റ്റ് അതിൽ അഡ്ജസ്റ്റ് ആവും കേട്ടോ. നമ്മൾ ആ ഒരു ബക്കറ്റിലേക്കുള്ള കാര്യം മാത്രം നന്നായിട്ടൊന്ന് ഗം ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അളവ് എടുക്കുകയാണ്. ഏത് ക്ലോത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു ക്ലോത്ത് ജസ്റ്റ് എത്ര വേണം എന്നുള്ളൊരു ലെവലിൽ നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പ് എന്താ പറയുക, ആ സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താഴത്തേക്കുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് തന്നെ രണ്ടറ്റത്തും നന്നായിട്ട് നമ്മൾ കയറിടാനോ എലാസ്റ്റിക് ഇടാനോ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കയറിട്ടിട്ട് നന്നായിട്ട് വലിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, കയറിട്ടാൽ തന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ കയറും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടാം. കണ്ടില്ല, അപ്പോൾ ഫ്രണ്ടിലും അതേപോലെ തന്നെ താഴത്തും ഇതേപോലെ തന്നെ വലിച്ച് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മൂടി നമുക്ക് വരുമല്ലോ, നമ്മുടെ ബക്കറ്റിൻ്റെ മൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ഷേപ്പിനനുസരിച്ചിട്ട് സ്പോഞ്ച് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ക്ലോത്ത് അതിനാവശ്യമായിട്ടുള്ള 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മടിക്കടിക്കാനുള്ളത് വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്പോഞ്ച് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ആയിക്കോട്ടെ. ആ ഒരു ഷേപ്പിന് നല്ല തിക്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ കയറ് വെച്ചിട്ടാണ് നമ്മൾ താഴത്ത് ഇതേപോലെ വലിച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോറേജ് ആയിട്ടും നമുക്ക് സിറ്റിംഗ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കറേഷൻ ഐഡിയ ആണ്. ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഒരുപാട് ഒഴിവാക്കിയിട്ടുള്ള ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു അലങ്കാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ പറയുന്നത് നമ്മുടെ പില്ലോ കവേഴ്സ് അല്ലെങ്കിൽ കുഷ്യൻസ് ഒക്കെ നമ്മൾ സോഫക്ക് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വീട് അലങ്കരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട് അതിമനോഹരമാക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പില്ലോ കവർ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ മതിയാവും, നമ്മൾ 4 വശം നന്നായിട്ട് അടിക്കും. ഒരു വശത്തൂടെ നമ്മൾ തുണിയോ അല്ലെങ്കിൽ ഉന്നോ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സ്പേസ് വിടും. അതായത് മുഴുവനും അടിക്കാതെ അവിടെ കുറച്ചൊരു പോക്കറ്റ് ലെവലിൽ നമ്മൾ വിട്ടിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം സ്പോഞ്ചോ അതേപോലെ തന്നെ ഉന്നവും കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം ജസ്റ്റ് തുന്നാണെന്നുണ്ടെങ്കിൽ തുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ കുഷ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി വൃത്തിയുള്ള നല്ലൊരു കവർ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിനിട്ട് കൊടുക്കട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ഒഴിവാക്കിയിട്ടുള്ള പഴയ ക്ലോത്ത് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.